ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് മോട്ടോ പുതിയൊരു ഫോൺ അവതരിപ്പിച്ചു, അതായത് മോട്ടോ E7 Plus. ഈ ഫോണുമായി ബന്ധപ്പെട്ടുള്ള ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ആ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം. പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ മോട്ടോ E7 Plus ഇന്ന് ഇന്ത്യയിൽ അവതരിപ്പിച്ചപ്പോൾ പലരും പ്രതീക്ഷിച്ചതിൽ നിന്നും ഒരല്പം കുറഞ്ഞ പ്രൈസിംഗ് ആണ് ഈ ഫോണിന് അവർ വെച്ചിരുന്നത്. എന്തെന്നാൽ കൂടിയും ഇപ്പോൾ ഈ ഫോൺ ഇറങ്ങിയ പ്രൈസിൽ ഇത് മികച്ചതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ, ഇതിന് ഡിസ്പ്ലേ എന്നത് 6.5 ഇഞ്ചിന്റെ ഒരു HD+ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. 6.5 എന്ന് പറയുമ്പോൾ ഒരല്പം വലിപ്പമുള്ള ഡിസ്പ്ലേ, എന്നാൽ നമുക്ക് ഇതിൽ ഫുൾ HD ലഭിക്കുന്നില്ല. ഇനി ഇതിന്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത് 87% ആണ്. ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 20:9 ആണ്. ഇനി റിയർ സൈഡിൽ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ബിൽഡ് ക്വാളിറ്റിയുമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ സാധാരണ കണ്ടുവരുന്ന ഒരു അല്പം തരക്കേടില്ലാത്ത ഒരു ഡിസ്പ്ലേ സെറ്റപ്പാണ് നമുക്ക് ഈ മോട്ടോ E7 Plus ലഭിക്കുന്നത്. ഇനി ഇതിന്റെ പെർഫോമൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, നമുക്കിതിൽ സ്നാപ്ഡ്രാഗൺ 460 ആണ് പ്രൊസസ്സറായിട്ട് ലഭിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 460 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ ഒരു നോർമൽ യൂസിന് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്. അതായത് വലിയൊരു ഗെയിമിംഗ് ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിരാശപ്പെടേണ്ട അവസ്ഥ വരും. ഈ ഫോണിൽ നമുക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലഭിക്കുന്നത്. അതോടൊപ്പം ഈ ഫോൺ ആൻഡ്രോയിഡ് 10 ബേസ്ഡുമാണ്. അപ്പോൾ നമുക്കൊരു നോർമൽ യൂസിന് യാതൊരുവിധ പെർഫോമൻസ് ഇഷ്യൂ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നില്ല. അപ്പോൾ ഒരു ഓക്കെ ആയിട്ടുള്ള പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ, നമുക്ക് റിയർ സൈഡിൽ 48 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ ആണെങ്കിൽ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. അതായത് 48 മെഗാ പിക്സലിനോടൊപ്പം ഒരു 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറുമാണ് നമുക്ക് റിയർ സൈഡിൽ ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ഫോണിൽ നമുക്കിപ്പോൾ ഡ്യുവൽ റിയർ ക്യാമറ കാണാൻ സാധിക്കുന്നില്ല. അതായത് എല്ലാം ട്രിപ്പിൾ അല്ലെങ്കിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പിലാണ് മിക്കവാറും ഉള്ള ഫോണുകൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇപ്പോഴും ഈ ഫോണിൽ നമുക്കൊരു ഡ്യുവൽ റിയർ ക്യാമറ ലഭിക്കുന്നുള്ളൂ എന്നൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. ഇനി ഇതിന്റെ സെൽഫിയെ പറ്റി പറയുകയാണെങ്കിൽ, നമുക്ക് ഇതിലൊരു 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തരക്കേടില്ലാത്ത ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ഈ മോട്ടോ E7 Plus ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ, നമുക്ക് ഇതിൽ 5000 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. അതോടൊപ്പം നമുക്കൊരു ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്തില്ല. സാധാരണ നോർമൽ 10 വാട്ട് ചാർജിംഗ് ആണ് ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു തരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പ് നമുക്ക് ഈ മോട്ടോ E7 Plus ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ലഭിക്കുന്നില്ല. പകരം നമുക്ക് ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് ലഭിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് അൺലോക്കും അടക്കം മറ്റെല്ലാ സെൻസറും പോർട്ടും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു തരക്കേടില്ലാത്ത ഒരു നോർമൽ യൂസിന് പറ്റിയൊരു ഫോണാണ് ഈ മോട്ടോ E7 Plus. ഇനി ഈ ഫോണിന്റെ പ്രൈസിനെ പറ്റി പറയുകയാണെങ്കിൽ, നമുക്ക് ഇതിൽ ഒറ്റ വേരിയന്റേ ഉള്ളൂ. അതായത് 4GB 64GB വേരിയന്റ്. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 9499 രൂപ. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഈ ഫോൺ ഈ പ്രൈസ് റേഞ്ചിൽ ഒരു മികച്ച ചോയ്സ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഫോണിൽ നമുക്ക് 48 മെഗാ പിക്സലിന്റെ ക്യാമറ ഉണ്ട്, 5000 mAh ബാറ്ററി ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസ് അല്ലെ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഫോണിൽ ഉണ്ട്. പക്ഷേ ഈ ഫോൺ നമുക്ക് ഈ പ്രൈസ് റേഞ്ചിലെ മറ്റുള്ള ഫോണുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫോണിന് ഒരല്പം പെർഫോമൻസ് കുറവായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് സ്നാപ്ഡ്രാഗൺ 460 ആണ് ഈ ഫോണിലെ പ്രൊസസ്സർ. അതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ യൂസിന് കാര്യമായ ഇഷ്യൂസ് ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഒരല്പം കൂടി അഗ്രസീവ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഫോൺ എടുത്താൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതുമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതും വരെ ബൈ.